ഞാൻ അങ്ങനെ തിരുവല്ലയിലെ ശ്രീവല്ലഭ ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. ട്രെയിനിലാണ് വന്നത്. ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് അമ്പലത്തിലേക്ക് വരാനായിട്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോയ്ക്കാണ് വന്നത്. 100 രൂപയായിരുന്നു ഓട്ടോ ചാർജ്. ഞാൻ എല്ലാ മാസവും ഈ അമ്പലത്തിലേക്ക് വരാറുണ്ട്. ഈ അമ്പലം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണെന്നുള്ളതാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ്. അമ്പലത്തിന് പ്രദക്ഷിണം വെക്കുമ്പോൾ തന്നെ അമ്പലത്തിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്തൊരു ഭംഗിയാണെന്നറിയുമോ അമ്പലം കാണാൻ തന്നെ, അതിൻ്റെ പരിസര പ്രദേശങ്ങൾ കാണാൻ തന്നെ. നല്ലൊരു പൂന്തോട്ടം കാണാം. അവിടെ നിറയെ തെറ്റിപ്പൂക്കൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിറയെ തുളസി ഉള്ള ഒരു ചെറിയൊരു പൂന്തോട്ടം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ കണിക്കൊന്ന ഇങ്ങനെ പൂത്തങ്ങ് നിൽക്കുക എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. കാരണം അത്രയ്ക്ക് ഭംഗി അത് കാണാൻ എന്നുള്ളതാണ്. ഞാൻ കുറേ നേരം നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ. അത്രയ്ക്ക് രസമായിരുന്നു എന്നുള്ളതാണ് കാണാൻ. ശ്രീവല്ലഭൻ്റെ വിഗ്രഹം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഇടാൻ പറ്റിയൊരു മാലയുണ്ട്, കേശാതിപാദം മാല. അത് വാങ്ങിച്ചിടുന്നതും വളരെ നല്ലതായിട്ടാണ് പറയപ്പെടുന്നത്. ഞങ്ങളങ്ങനെ എല്ലാം തൊഴുതു, പ്രസാദം എല്ലാം മേടിച്ച് ഇറങ്ങാറായപ്പോഴാണ് അറിയുന്നത് അവിടെ അന്നദാനം ഉണ്ടെന്നറിഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ അന്നദാനം കൂടെ കഴിച്ചിട്ട് പോയാലോ എന്ന്. അതിനുശേഷം ശീവേലി ഉണ്ടായിരുന്നു. അങ്ങനെ ശീവേലി എല്ലാം കണ്ടു തൊഴാൻ പറ്റി. അതിനുശേഷമാണല്ലോ നമുക്ക് അന്നദാനം തരുന്നത്. അങ്ങനെ ഞങ്ങൾ അന്നദാനം എല്ലാം കഴിച്ചു. ചെറിയൊരു ക്യൂവേ ഉള്ളായിരുന്നു. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു. ഭഗവാന് നിവേദിച്ച ചോറും അതുപോലെ തന്നെ പുളിശ്ശേരിയും അതുപോലെ ചെറിയൊരു മെഴുക്കുവരട്ടിയും എന്താ ടേസ്റ്റ് എന്നറിയാം, അടിപൊളിയായിരുന്നു. ഞങ്ങളതെല്ലാം കഴിച്ചു.